ഇതൊരു സൺഡേ മിനി വ്ളോഗാണ്. വേണമെങ്കിൽ സൺഡേ ഫുഡ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയട്ടാ. നല്ല മഴയായിരുന്നു. ഇവിടെ റെഡ് അലേർട്ടാണ് കേട്ടോ. നിങ്ങളവിടെയൊക്കെ എന്തായാലും എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. പിന്നെ ഇതാ മഴ ഇങ്ങനെ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ചൂട് ചായയാണ് കുടിക്കാൻ പൂതിയാവും അല്ലേ. പക്ഷേ ഈ ഒരു മടി പിടിച്ച കാരണം നമ്മളൊരു തട്ടിക്കൂട്ട് ഫുഡൊക്കെ ആവും ചില സമയത്ത്. ഇന്ന് എന്തായാലും ഇവിടെ പുട്ടാണ്. ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ പുട്ട് ചൂടാറ്. ഇവിടെ എനിക്കും ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സല്ലൂന് പുട്ട് അത്ര വലിയ ഇഷ്ടമല്ല. ഇതിൽക്ക് നല്ല ഈ ഒരു വെള്ള കടലക്കറി ഉണ്ട്. ഇന്നിപ്പോൾ ഞാൻ പുതിയ പൊടിയാണ് എടുത്തിട്ടുള്ളത്, അരിപ്പൊടി, അതായത് പുഞ്ചപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുട്ട് വാട്ടി ഉണ്ടാക്കിയ സമയത്ത് വെള്ളം ഇത്തിരി കുറഞ്ഞോ കൂടുതലോ ഒക്കെ ആയപ്പോൾ പുട്ടിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് ഏകദേശം മാറിയിട്ടുണ്ട്. പിന്നെ ഇതാ ഉച്ചയ്ക്ക് നല്ല ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിക്ക് നല്ല സാലഡും പിന്നെ ഇതാ മട്ടനായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കോമ്പിനേഷൻ ഇഷ്ടമല്ലേ. സൺഡേ ഒക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിലെല്ലാവരും കൂടെ ഒരുമിച്ചുണ്ടാകുമ്പോൾ ചില സമയത്ത് ഇതുപോലൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ ഹസ്ബൻഡിന് സാധാ വെറും ചോറാണ് ഇഷ്ടം കേട്ടോ. പിന്നെ ഇതാ പപ്പടവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏതായാലും അടിപൊളിയായിട്ട് ലഞ്ച് കഴിഞ്ഞു. പിന്നെ ഇതാ സ്വീറ്റ് കോണ് കുറേ ദിവസമായി ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് ഞാൻ ഇപ്പോഴാണ് ഒരു സമയം കിട്ടിയത്. നല്ല ബട്ടറിലൊന്ന് സോക്ക് ചെയ്തെടുത്തിട്ട് ഇതാ ഇതുപോലെ മുളക് പൊടിയും ഉപ്പൊക്കെ തേച്ച് പുരട്ടി മിനുക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു മഴയത്ത് അതൊക്കെ ചൂടോടുകൂടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇതാ ഉമ്മ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉമ്മ ഉണ്ടാക്കി തന്നു. ഞാൻ ഈ ഒരു ഫ്രൈ ചെയ്യുന്ന പരിപാടിയിലും ആ സമയത്ത് ഉമ്മ പുറത്ത് ഇതുപോലെ ഈ ഒരു പരിപാടിയിലായിരുന്നു. അതായത് നല്ല പഴുത്ത ചക്ക ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടം പഴുത്ത ചക്ക. അപ്പോൾ അതുകൊണ്ട് അതും അവിടെ റെഡിയാക്കി. ചൂട് ചായയുടെ കൂടെ കുറച്ച് മയോണൈസും കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് നമ്മൾ കട്ട്ലേറ്റും ഷാപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഫുഡ് മിനി വ്ളോഗ്, സൺഡേ വ്ളോഗ് എന്നൊക്കെ പറയാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.